ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗരുഡാംബികായേ നമോ. അമ്മേ ശരണം. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ ഉദ്ഘാടകൻ കണ്ണൂർ ബാലകൃഷ്ണ മാഷ്, നമ്മുടെ അധ്യക്ഷൻ പ്രസിഡന്റ് അജിയേട്ടൻ, ജോയിന്റ് സെക്രട്ടറി വിനോദ്, അതുപോലെ സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രിയ നാട്ടുകാരെ, എല്ലാവരെയും സ്നേഹപൂർവ്വം നമസ്കരിക്കുന്നു. നമ്മുടെ നവരാത്രി ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനമായി ആഘോഷിക്കുന്ന ഉത്സവമാണ്. നമുക്കറിയാം, തിന്മകൾ വർദ്ധിച്ച് ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നന്മകൾ വളർത്തി അതിനെ തടുക്കുക എന്നുള്ളത് പ്രകൃതി നിയമം. നവരാത്രി എന്ന വ്രതപൂർണതയോടെ അലസത, അതുപോലെ തന്നെ ദ്രോഹഭാവം തുടങ്ങിയ അല്ലെങ്കിൽ തിന്മകളാകുന്ന മനസ്സാകുന്ന മഹിഷാസുരനെ വധിച്ചുകൊണ്ട് നമ്മുടെ ധീരവും ധൈര്യവും ധർമ്മവും ഉത്സാഹഭരിതവുമായ ആ ഒരു പുതിയ ജന്മം, ദൈവികത ഉണർത്തിക്കൊണ്ട് ഒരു പുതിയ ജന്മമാണ് നമുക്ക് ഈ നവരാത്രിയിലൂടെ ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നവം എന്ന് വെച്ചാൽ അല്ലെ 9 എന്നും പറയും, പുതിയതെന്നും പറയും, അല്ലെ? അങ്ങനെയുള്ള പുതിയ ഓരോ ജന്മങ്ങളാണ് നമ്മൾ ഓരോ നവരാത്രിയിലൂടെയും ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ആചരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെ, നമ്മുടെ സംസ്കാരം, അല്ലെ, ബൃഹത്തായ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ അവകാശികളാണ് നമ്മൾ ഓരോ ഭാരതീയരും. എന്നാൽ ആ ബൃഹത്തായ മഹത്തായ ആ ഒരു സംസ്കാരത്തിന്റെ അവകാശികളായ നമ്മൾ ഭാരതീയർ അറിവിനെ ഈശ്വരനായി കണ്ട് ആരാധിച്ചവരാണ്. അങ്ങനെ അറിവിനെ ഈശ്വരനായി, അല്ല, അറിവിന്റെയും സമൃദ്ധിയുടെയും നാടാണ് നമ്മുടെ ഭാരതം, ഭാസിൽ രമിക്കുന്ന ഭാരതം, അല്ലെ? പക്ഷെ എങ്ങനെയോ അതിന്റെ പിൻതലമുറക്കാരായ നമുക്ക് ആ അറിവ് ഏതോ ഒരു തരത്തിൽ നമ്മൾ അറിയാതെ പോയി, അല്ലെങ്കിൽ നമ്മൾ അത് അറിയുന്നില്ല, അല്ലെങ്കിൽ ആരൊക്കെയോ കൂടി അറിയിക്കുന്നില്ല. നമ്മൾ എങ്ങനെയോ അത് അറിയാത്ത ഒരു ജനതയായി നമ്മൾ എങ്ങനെയോ മാറിപ്പോയിട്ടുണ്ട്, അല്ല? അങ്ങനെയുള്ള നമ്മുടെ ആ പാരമ്പര്യം, മഹത്തായ ബൃഹത്തായ പാരമ്പര്യത്തിന്റെ പരമപ്രധാനമായ, നമ്മുടെ വിശ്വാസത്തിന്റെ പരമപ്രധാനമായ കാര്യം, അല്ലെ, അതിന്റെ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളാണ് ഭാരതത്തിന്റെ അടിസ്ഥാനം. ആ ക്ഷേത്രങ്ങളാണ്, അല്ലെ? എന്താണ് നമ്മളെപ്പോഴും ക്ഷേത്രത്തിൽ പോവാം, അല്ലെ? നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുള്ളൂ, അല്ലെ? എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ മാത്രം. അങ്ങനെ എങ്ങനെയോ നമ്മൾ ആയി മാറിപ്പോയിരിക്കുന്നു, അല്ലെ? മലയാളത്തിൽ, അല്ലെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാല്, അല്ലെ, കൈക്കൂലി കൊടുക്കാൻ പോകുന്നു പറയാം, അല്ലെ, കാര്യം സാധിക്കാൻ, അല്ലെ? അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആ മഹത്തായ ബൃഹത്തായ നന്മ നിറഞ്ഞ പാരമ്പര്യം നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രദേശത്ത് നമ്മൾ വളരെ നമുക്കത് നിരീക്ഷം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, അല്ലെ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ്. ക്ഷേത്രത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ക്ഷേത്രം. ക്ഷയം എന്ന് വെച്ചാൽ നാശം, നാശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം, അല്ലെ? നമ്മുടെ എന്താണ് ഇപ്പോൾ നമ്മൾ നാശം എന്താണ്, ക്ഷയം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെ, അല്ലെ, ഓരോ വ്യക്തിയിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആസുരിക വികാരങ്ങളാണ്. കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യമാകുന്ന ആസുരികതയാണ് നമ്മളെ ക്ഷയത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നത്, അല്ലെ? അപ്പൊ എന്താണ് നമ്മളെ ഉയർത്തുന്നത്, അല്ലെ? നമ്മുടെ സത്യം, ധർമ്മം, നീതി, കാരുണ്യം, ദയ, അല്ലെ, ഇങ്ങനെയുള്ള തുടങ്ങിയ ദൈവീക ഗുണങ്ങളാണ്. നമ്മുടെ ഓരോ മനുഷ്യരിലും, നമ്മളെ ഓരോരുത്തരിലും, ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരിലും ഈ അസുരനും ദൈവമുണ്ട്. ഈ അസുരനെ നിഗ്രഹിച്ചുകൊണ്ട്, ആസുരികത ഇല്ലാതാക്കിക്കൊണ്ട് ദൈവികത ഉയർത്താനാണ് നമുക്ക് ഋഷീശ്വരന്മാർ, അല്ലെ, ഇതുപോലുള്ള ഉപാസനാ ക്രമങ്ങളും ക്ഷേത്രങ്ങൾ. അതിന്റെ പരമപ്രധാനമായ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രമാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെ, ഭാരതത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവര്, അല്ലെ, ക്ഷേത്രങ്ങളെ പണ്ടുകൊണ്ടേ നശിപ്പിക്കാൻ, ഇന്നും നശിക്കാൻ ശ്രമിച്ചതും നശിപ്പിച്ചതും ക്ഷേത്രങ്ങളാണ് നമ്മുടെ അടിത്തറ, അല്ലെ? നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.
അല്ലെ നമ്മുടെ ഓരോ ആളുടെ ജീവിതം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് നിരീക്ഷിക്കണം. അല്ലെ നമുക്ക് ഭൗതികതയും വേണം, ആത്മീയതയും വേണം. ഭൗതികതയും ആത്മീയതയും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം ഉണ്ടാവുള്ളൂ. അതെ, ആ ഭൗതികത നിലനിൽക്കണമെങ്കിൽ ആത്മീയത കൂടിയേ തീരൂ. ഭൗതികയുടെ അടിസ്ഥാനം തന്നെ ആത്മീയതയാണ്. അല്ലെ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയത കാണാൻ പറ്റില്ല. ഏതുപോലെ നമ്മുടെ അടിത്തറ, ഈ ബിൽഡിങ്ങിന്റെ അടിത്തറ നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ ആ അടിത്തറയാണ് ഈ ബിൽഡിങ്ങിനെ നിലനിർത്തുന്നത്. അത് നമുക്കറിയില്ല. നമ്മുടെ വീട് നിലനിൽക്കുന്ന അടിത്തറയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടിത്തറ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ശക്തിയുറ്റതാക്കുന്നത് അതുകൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ ആത്മീയ അടിത്തറയും ശക്തിയുറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഉപാസനാ ക്രമങ്ങള്, ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അതിന്റെ ഒരു ഒന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ. അങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ചിലപ്പോ നമ്മള് സാക്ഷരരായ വിദ്യാസമ്പന്നരായ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ പല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. സ്വാഭാവികമാണ്, ചോദ്യങ്ങൾ ചോദിക്കണം, ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. പക്ഷെ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താകാൻ പാടില്ല, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ആവരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അവരെ കളിയാക്കാനോ വേണ്ടി ചോദ്യങ്ങൾ ദയവ് ചോദിക്കരുത്. പകരം ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാഹചര്യം, അതിനാണ് സത്സംഗങ്ങൾ എന്ന് പറയാം. സത്സംഗങ്ങൾ എന്ന് വെച്ചാൽ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് മാത്രം ആഗ്രഹിക്കുകയും നല്ലത് സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയ്ക്കാണ് സത്സംഗങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള ആ സത്സംഗങ്ങളെ കുറിച്ച് നമ്മുടെ അഴീക്കോട് ശ്രീ മൂകാംബിക ക്ഷേത്രവും അതിനുവേണ്ടി ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മള് ഞായറാഴ്ചകളിൽ നമ്മൾ ഒരുപാട് പേരെ അതിനുവേണ്ടി സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ക്ഷേത്രകാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അങ്ങനെ നമ്മുടെ ആ അടിത്തറ ശക്തമാക്കുന്നതിന്റെ ഭാഗമാക്കാൻ വേണ്ട സൗകര്യങ്ങൾ, അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകും. നമ്മുടെ സ്വാമി ആത്മചൈതന്യയുടെ കൂടെ പലപ്പോഴും കാണുന്ന കനകരാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇന്ന് സഹോദരൻ സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. ആ കനകാട്ടൻ അതിനുവേണ്ടി ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വരുന്ന ഒക്ടോബർ 20, അതായത് വിജയദശമി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഞായറാഴ്ച രാവിലെ 10:30 എല്ലാ ആഴ്ചയും ഒരു സത്സംഗങ്ങൾ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകളും ആ ദിവസം ആ ഒരു സമയം മാറ്റി വെച്ചിട്ട് 1 മണിക്കൂർ നമ്മുടെ നേരത്തെ പറഞ്ഞ ആത്മീയ അടിത്തറ ശക്തമാക്കാൻ, സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഈശ്വര്യത വർദ്ധിപ്പിക്കാൻ, നമ്മളിലെ നമ്മൾ അറിയാതെ പോകുന്ന ആ ഈശ്വരത വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ ഒരു നമുക്ക് ഭൗതികതയൊപ്പം എന്തുകൊണ്ട് ആത്മീയതയുമാണ് ഒരു മനുഷ്യനെ ഉണർത്തുന്നതും ഉയർത്തുന്നതും അതിനുവേണ്ടി സത്സംഗങ്ങളുണ്ട്. അപ്പൊ ആ 1 മണിക്കൂർ നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം നമുക്കുണ്ട്. അങ്ങനെ 7 ദിവസത്തില് 1 മണിക്കൂർ നിങ്ങൾ ആ ഒരു അവനവന് വേണ്ടി, അവനവന്റെ അടിത്തറ ഭദ്രമാക്കുന്നതിന് വേണ്ടി, അവനവന്റെ ഈശ്വരത ഉണർത്തുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ആചാരങ്ങളെ കുറിച്ചും നമ്മുടെ മറ്റ് വ്രതങ്ങളെ കുറിച്ചും നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ചും ക്ഷേത്ര ആരാധനയെ കുറിച്ചും പൂജകളെ കുറിച്ചും ഒക്കെ നമ്മളെ ഉയർത്തി ഉണർത്തി നമ്മൾക്ക് ആ ഒരു സത്യത്തിലേക്ക് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുമ്പിലുണ്ട്. മുഴുവൻ ആളും അന്നത്തെ ദിവസം കാരണം 10:30 വെച്ചതിന്റെ കാരണം തന്നെ നമുക്കറിയാം ഞായറാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഞായറാഴ്ച ആകുമ്പോൾ സ്ത്രീകൾക്ക് വീട്ടിൽ പണിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ഒരുക്കി അതിനു വേണ്ടി മാറ്റിവെക്കാനാണ് 10:30 എന്നുള്ള സമയം വെച്ചിട്ടുള്ളത്. മുഴുവൻ ആളുകളും വരണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷേത്രം നിന്ന് നേരത്തെ പറഞ്ഞ ക്ഷയാത് പ്രായദേവി ക്ഷേത്രം ഉയർത്തുന്നതിനാണ്. അപ്പൊ നമുക്ക് തന്നെ ഉയരാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഉയരുമ്പോഴാണ് നമ്മൾ ഓരോ വ്യക്തിയും അങ്ങനെ ഉയർന്നു മാറുമ്പോഴാണ് സമൂഹം മാറുന്നതും രാജ്യം മാറുന്നതും ലോകവും ആലോചിച്ച് നോക്കുക. എല്ലാവരും ചിന്ത നന്മ നിറഞ്ഞ നല്ല ചിന്തകളാകുമ്പോൾ ലോകത്തല്ലേ ഒരു വ്യക്തിയാണ് മാറേണ്ടത്. ഒരു വ്യക്തി മാറുമ്പം ആ പ്രദേശം മാറുമ്പം ആ സമൂഹം മാറുമ്പം രാജ്യം മാറുമ്പോ ലോകം മാറും. ഇങ്ങനെ ആയിരുന്നു പണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇതിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു
പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ തീർച്ചയായും അതിനൊരു മണിക്കൂർ നമ്മൾ പല കാര്യങ്ങൾക്ക് പല രൂപത്തിൽ അല്ലെ എത്ര സമയം ചെലവഴിക്കുന്നത് ആ സമയം മാറ്റി വെച്ചുകൊണ്ട് അവനവനിലെ ഈശ്വരനെ ഉണർത്താൻ വേണ്ടി അവനവനിലെ ആധ്യാത്മികത ആത്മീയത വളർത്താൻ ഉയർത്താൻ അങ്ങനെ ആ സമൂഹത്തിലൂടെ അല്ലെ ലോകത്തിന് തന്നെ മാതൃകയാകാൻ നമുക്ക് ഓരോ ആൾക്കും കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്ലെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളും വ്രതങ്ങളും ഉപാസനകളും പൂജകളും എല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ വരുന്ന നവരാത്രി 9 ദിവസങ്ങൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ഈ ലോകം തന്നെ അമ്മയാണല്ലേ, ലോകം പരിപാലിക്കുന്ന ആ അമ്മ, ആ മാതൃസ്വരൂപം ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും രക്ഷിതാവായ ആ മഹാദേവിയെ ആരാധിക്കുന്ന വിവിധ വ്രതങ്ങളിലൂടെ ഉപാസനകളുടെ ഭക്ഷണ ശുദ്ധിയോടൊപ്പം നമ്മുടെ ശരീര ശുദ്ധിയോടൊപ്പം പ്രധാനപ്പെട്ട മനസ്സിന്റെ ശുദ്ധിയോടൊപ്പം നമുക്ക് ആ 9 ദിവസം തുടർന്നും നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നല്ല ചിന്തകളിലൂടെ, നല്ല വാക്കുകളിലൂടെ, നല്ല പ്രവൃത്തികളിലൂടെ നമുക്ക് ഓരോ ആൾക്കും ഉയരാൻ കഴിയണം. അങ്ങനെ കഴിയാനാണ് ഇതുപോലുള്ള നവരാത്രി ആഘോഷങ്ങളും ആചരണങ്ങളും ഒക്കെ ഉള്ളത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെയോ പോകുന്നു, എന്തൊക്കെയോ ഒന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നൃത്ത സംഗീത ഉത്സവങ്ങളാലാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് കൃത്യമായി നിങ്ങൾ ആ രൂപത്തിൽ തന്നെ അതിനെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കണ്ടുകൊണ്ട് ആ ഒരു മഹത്തായ ആ ഒരു നവരാത്രി ഈ ഭാരതം മുഴുവൻ ആചരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവമാണ് ഒരുപാട് നവരാത്രി ഉണ്ടെങ്കിൽ നമ്മൾ ഈ നവരാത്രിയാണ് ആഘോഷിക്കാറുള്ളത്. നമ്മുടെ ഉത്സവം ഈ നവരാത്രി ആഘോഷമാണ് 10 ദിവസം. അപ്പോൾ ഈ വ്രതശുദ്ധിയോടൊപ്പം ശാരീരിക ശുദ്ധിയോടൊപ്പം തന്നെ നമ്മുടെ മനഃശുദ്ധിയോടൊപ്പം തന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ശുദ്ധത വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു പരമപവിത്രമായ ഈ ഒരു നവരാത്രി ആഘോഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനെത്തിച്ചേർന്ന നിങ്ങൾ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ശാന്തിയും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസങ്ങളാകട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അഴീക്കോട് 3 നേരത്ത് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ ആരാധ്യനായ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. കഴിഞ്ഞ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം, നൃത്തത്തിലെ ഗുരുപൂജ പുരസ്കാരം കഴിഞ്ഞ വർഷം ലഭിച്ച നമ്മുടെ എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനായ ഗുരു കണ്ണൂർ ബാലകൃഷ്ണൻ മാഷെ ഹൃദ്യമായി ഈ നവരാത്രിയുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ അജിത് പി ആണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കാൻ ഇവിടെ എത്തിയത് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വിനോദ് അമ്പിയാണ്. അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏത് പരിപാടിയുടെയും വിജയം അല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ നടത്താൻ തന്നെ കാരണം നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തോടൊപ്പം, നിങ്ങളുടെയൊക്കെ സഹകരണത്തോടൊപ്പം, നിങ്ങളുടെയൊക്കെ സ്നേഹം നിറഞ്ഞ മനസ്സും പെരുമാറ്റവും തന്നെയാണ്. അത് എന്നും നിലനിർത്തിക്കൊണ്ട് ആ ഒരു സ്നേഹത്തോടെ തന്നെ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം കൃത്യമായി ഈ ഒരു നവരാത്രി പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീ അജിത് പിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി.